ഹലോ, നമ്മളിന്ന് ഫൺ പ്ലസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫൺ പ്ലസ് നമ്മുടെ ആക്കുളത്ത് ഗോ കാർട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ അവിടെയായിട്ട് പോയിട്ട് ലൈക്ക് ഈ കാറൊക്കെ ഒന്ന് ലൈക്ക് ഗോ കാർട്ടൊക്കെ ചെയ്യാം എന്നൊരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളൊരു പ്ലാനിങ്. ഇവിടെ വന്നിട്ട് ഞാൻ ഇത്രയും നാളായിട്ട് ഈ ഗോ കാർട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ മോട്ടോർ സൈക്കിൾ റേസിംഗ് ആണ് ചെയ്യുന്നതെങ്കിലും ഇതുവരെ കാറ് ട്രാക്കിൽ ഓടിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ നമ്മുടെ ഇവനാണെങ്കിൽ പറഞ്ഞു, നമ്മുടെ രാഹുലാണ് മെയിനായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേടാ ഇവിടെ പോയാൽ നൈസായിരിക്കുമെന്ന്. അപ്പോൾ ആസ് യൂഷ്വൽ അവിടെ പോയി അവനെ പൊക്കിയിട്ട് പിന്നെ അവനെ വിളിച്ചിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറയുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഏതായാലും നല്ല പെങ്കൊച്ചു തോന്നും. ഞാൻ പലയിടത്തും പോകും, നീ വന്ന് കയറി, ഞാൻ നിന്നെ കടത്തിക്കൊണ്ട് പോകണം. വാ, ഇവിടെ നിന്ന് ഉള്ളൂർ കയറി പോവല്ലേ? ഇതുവഴിയല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കണം. സോ ബൈക്ക് പാർക്കിംഗ് എവിടെയാണെന്ന് അറിയില്ല. ബൈക്ക് പാർക്കിംഗ് ഇവിടെ ഫ്രണ്ടിലാണോ എന്ന് ചോദിക്കാം. നമുക്ക് പുള്ളിക്കാരനോട് ചോദിക്കാം. ചേട്ടാ, ബൈക്ക് പാർക്കിംഗ് കാർട്ട് ബാക്ക് സൈഡിലാണല്ലോ. അപ്പോൾ നമ്മൾ ഇനി ബാക്ക് സൈഡിൽ പോകണം. ഒരു കഫേ ഉണ്ട്, ഹോമീസ് കഫേ, പീപ്പിൾസ് ഒക്കെ ടേബിൾ എന്നൊക്കെ പറയുന്നത്. അവിടെ വല്ല കാശും ഉണ്ടോ അവിടെ വല്ല കഴിക്കാൻ? ഓക്കെ, അപ്പോൾ അവൻ്റെ കയ്യിൽ തേങ്ങ കൊലയും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൊണ്ടാണ് വന്നേക്കുന്നത്. ഇവൻ്റെ കൂടെ നടക്കുന്നത് എന്ന് നിർത്തും അന്നേ ഞാൻ ഗതി പിടിക്കുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ വീട്ടുകാർ പറയുന്നത്. കണ്ടല്ല, ട്രാക്കിൽ ഓടിക്കാൻ വന്നവൻ്റെ കോലമാണ്. ഹുഡി, ഓ യെസ്. ടിക്കറ്റിലോട്ട് പോവാം. ചേട്ടാ, ഗോ കാർട്ടിന് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ കൗണ്ടറിലോട്ട് പോവുകയാണ്. വാടേ, ലുക്കടാ അകത്താണോ ഇവിടെ? ഓക്കെ. അപ്പോൾ നമുക്ക് 5 ലാപ്പിലാണോ നോക്കുന്നത്? അപ്പോൾ 2 പേരും. എങ്ങനെയാണ് ചേട്ടാ ഇത്? ഹെൽമെറ്റ് നമ്മുടെ യൂസ് ചെയ്യാമല്ലോ? യൂസ് ചെയ്യാം. അപ്പോൾ ഗ്ലൗസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഇത് ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പോകുന്നതിന് മുന്നേ? അവിടെ ചെല്ലുമ്പോൾ പറയുമല്ലേ? ഓക്കെ. എത്ര ചേട്ടാ? 698 അല്ലേ? 1 2000 3000 4000 5000 6000 7000. അപ്പോൾ 10 വെച്ച് വേണമെങ്കിൽ എത്ര വരും? 200 കൂടെ. നിങ്ങൾ ഇതുണ്ടോ ചേട്ടാ, മറ്റേ ഗൂഗിൾ പേ? ഇപ്പോൾ നമ്മളിവിടെ ബ്രീഫിങ്ങിലാണ്. ബജക്കൻ റെഡിയായി വരുന്നുണ്ട് മോഡൽ. ഇപ്പോൾ സിരിയ കണ്ടാൽ അറിയാം ഇന്ന് തകർത്ത് പൊളിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ചേട്ടനാണ് നമുക്ക് ബ്രീഫ് ചെയ്യുന്നത്. പറഞ്ഞോ കേട്ടോ, കേൾക്കാം. ഓക്കെ. ഇപ്പോൾ ഈ ബ്ലാക്ക് പ്ലേറ്റിലോ? ഓക്കെ. റൈറ്റ് ആക്സിലേറ്റർ ലെഫ്റ്റ് ബ്രേക്ക്. രണ്ടും ഒരേ സമയം ചൂട്ടരുത്. ബ്രേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആക്സിലേറ്റിംഗ് കാർ എടുത്തിട്ട് ബ്രേക്ക് ഔട്ട് ആവും. ഓക്കെ. ബ്രേക്കിൻ്റെ ആവശ്യം വരത്തില്ല. ഡിറ്റെന്ന് നടത്തണമെങ്കിൽ മാത്രം ബ്രേക്ക് ഔട്ട് ചെയ്ത്, അല്ലെങ്കിൽ ജസ്റ്റ് ആക്സിലേറ്റിംഗ് കാർ എടുക്കുമ്പോൾ തന്നെ സ്ലോ ആയിക്കോളും. ഓക്കെ. അപ്പോൾ ഇത് എത്ര മീറ്ററാണ് ചേട്ടാ ഒരു റൗണ്ട്? ഒരു ലാപ്പ് ആകുമ്പോൾ 350 മീറ്റർ ഉണ്ട്. 350 മീറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. മാക്സിമം 2 ഒരേ സമയം ചൂട്ടരുത്. ബ്രേക്ക് ചെയ്ത് കാല് വരിക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചൂട്ടിയാൽ. പവർ ബ്രേക്കാണ്, നമ്മൾ അറിയാതെ കാല് വെച്ചാൽ വണ്ടി മൂവ്. ഓക്കെ. അല്ലാത്തപ്പോൾ ഇത് എവിടെ റെസ്റ്റ് ചെയ്യാൻ കാല്? ചുമ്മാ ഇങ്ങനെ അത് വെച്ചോ, അത് മാക്സിമം ചവിട്ടാൻ നോക്കിയാൽ. ഓക്കെ. അപ്പോൾ കാല് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ തന്നെ വെച്ചാൽ മതി.
സ്റ്റാർട്ട് ചെയ്യണം. നായകൻ എവിടെയാണ്? നായകനെ ഫ്രണ്ടിലോട്ട് അയക്കാവോ? അവനെ ഫ്രണ്ടിലോട്ട്. നായകൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗൊക്കെ ഇതായിട്ടുണ്ട്. നമ്മളിന്ന് പോയി നന്നായിട്ട് കാർട്ടൊക്കെ ഗോ കാർട്ടിങ്ങൊക്കെ ചെയ്തു. പക്ഷേ ലൈക്ക് കാർട്ടിങ്ങിൻ്റെ കുഴപ്പമില്ല. പക്ഷെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു അതായത് ജസ്റ്റ് ഒരു 300 മീറ്റർ ആണ്. 300 മീറ്റർ പോലും ഇല്ല ഒരു ഫുൾ ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. ഇപ്പോൾ ചെന്നൈയിലെ MMRT എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1500 കൊടുക്കുമ്പോൾ ഒരു ഫുൾ സെഷനാണ്. അതായത് രാവിലെ 8 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ നമ്മളത് ആ ഫുൾ ട്രാക്കാണ് നമ്മൾ ഓട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് വളരെ എന്താ പറയുക, ഇത്തിരി കത്തിയായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത് കാശിൻ്റെ കാര്യത്തിൽ. പിന്നെ ജസ്റ്റ് ഫോർ ഫൺ, ഇവിടെ നമുക്ക് ട്രിവാൻഡ്രത്ത് വേറെ ഓപ്ഷൻസ് ഇല്ല. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ലൈക്ക് എനിക്കറിയാം, ഞാനിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി നല്ല രീതിയിലോട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താ മാറ്റേണ്ടത്, ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ശരി, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ ലൈക്ക് ഗുഡ് ബൈ.